ഇത് ബുദ്ധൻ്റെ പിക്ചർ അന്ന് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്, കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ചെയ്തതാണ് കേട്ടോ. ആ ലെവലേ ആയതേ ഉള്ളൂ. ഇതിലെല്ലാം അതിനകത്ത് കൊടുത്തിരിക്കും പോലെ കളേഴ്സ്. ഇതിനകത്ത് നമ്മൾ ഒരു ചെറിയൊരു അക്രിലേക്കും കൂടെ ചേർത്തിട്ടുണ്ട്. ഇവിടേക്ക് ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ്. എനിക്ക് പിന്നെ ചെയ്യാനൊരു സമയം കിട്ടാത്തതുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ മിനിമം ഇല്ലായിരുന്നല്ലോ. നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഏരിയ മാത്രമാണ് അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തത് കേട്ടോ. ബാക്കി എല്ലാ റെക്കോർഡിംഗ് കണ്ടായിരുന്നു. ആ ഓക്കെ. അപ്പോൾ ബാക്കി ആ പിക്ചർ കൂടെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ആ ഫിനിഷിംഗ് ഞാനേ നാട്ടിൽ വന്നു കഴിയുമ്പോ ഇത് ചെയ്ത് തുടങ്ങാന്ന് വെച്ചിട്ടാണ്. പ്രിന്റ് ഒക്കെ എടുത്തു വെച്ചു. അപ്പൊ നാട്ടിൽ വരുമ്പോ ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ വാങ്ങിച്ചില്ല ഇവിടെ. ഇതെല്ലാം സ്ഥലങ്ങളും വലിയ പരിചയമില്ല. ചെയ്യുന്ന സമയത്ത് എന്റെ നമ്പർ ഉണ്ടല്ലോ മാം, കോണ്ടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആഡ് ചെയ്തെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് കോഴ്സസുകൾ വരുമ്പോൾ അറിയിക്കാം കേട്ടോ മാം. അതിനകത്ത് ചെയ്യാം. നമുക്ക് ഇന്നത്തെ എന്നെ അറിയിക്കണം കോഴ്സസ് ഒക്കെ. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിയ ടൈം ഒക്കെ ആണെങ്കിൽ എനിക്കും ചേരാലോ. ഓക്കെ ഓക്കെ. നമ്മളെല്ലാം ഈവനിങ് തന്നെയാണ് കൂടുതലും. നമ്മൾ 8 o'clock 8:30 ഒക്കെ തന്നെയാണ് നമ്മൾ ടൈം പറയുന്നത്. അത് തന്നെയാ സൗകര്യം. കാരണം എന്റെ ട്യൂഷൻസും കഴിയാനായിട്ട് സമയം അതാണ്. അതെ അതെ. സവിതാ മേം ഫ്ലവറിന്റെ നല്ല രസമുണ്ട് കേട്ടോ ചെയ്തത്. ഫ്ലവറിന്റെ ഗ്ലാസ് പെയിന്റിങ് നല്ല രസമുണ്ട് കേട്ടോ ചെയ്തത്. ബുദ്ധന്റെ ചെയ്യാൻ മാം ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ഞാൻ കൂടെ ചെയ്തിടാവേ. എൻ്റെത് എത്താനായിട്ടുള്ള ടൈമിങ് പാടാണ് മാം. നമുക്ക് തീരെ സമയം കിട്ടില്ല. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബിസി ആയി പോകുന്നു കേട്ടോ. ഇതിനകത്ത് നമ്മൾ അക്രിലിക്കാണ് യൂസ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്, ഞാൻ വൈറ്റ് കളർ എടുത്തുകൊണ്ട് വെച്ചോട്ടെ. ഒരു സെക്കൻഡ്. നമ്മൾ കഴിഞ്ഞ പെയിൻറ്റിങ്ങിൽ റിവേഴ്സ് എഫക്റ്റിലാണ്. ആദ്യം ഡാർക്ക് കൊടുത്തിട്ട് പിന്നെ ലൈറ്റ് കൊടുക്കുന്ന ഒരു രീതിയാണ്. കാരണം അടിയിലൂടെ നമുക്ക് ഷെയ്ഡ്സ് കാണിച്ചിട്ടാണ് നമ്മൾ കളർ ഫില്ല് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് കളർ ഫില്ല് ചെയ്തിട്ട് ഷെയ്ഡ്സ് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ പുറത്ത് ഓവർലാപ്പ് ചെയ്ത് കളർ കൊടുത്താലും പ്രശ്നമില്ല. കാരണം അടി റിവേഴ്സ് അല്ല കാണുന്നത്, നമ്മൾ ചെയ്യുന്ന ഭാഗം തന്നെയാണ് ചെയ്യുന്നത്. മിററൊക്കെ നല്ല രസമായിട്ടെന്ന് കഴിഞ്ഞാൽ അധികം ആരും ചെയ്യാത്ത ഗ്ലാസ് പെയിൻറ്റിങ്സുകളാണ് മിററിൽ ചെയ്യുന്നത്. ഫ്രെയിം ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര ലുക്കായിട്ട് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ മിററൊക്കെ എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എൻ്റെലി ഡിഫറെൻറ്റ്. ഇതിൽ തന്നെ നമുക്കിപ്പോൾ ചെറിയ കട്ടിങ് മിററുകൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊക്കെ കൊടുത്ത് നല്ലൊരു ബോർഡർ ഡിസൈനൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കട്ടിങ് മിറർ വെച്ചിട്ട് മറ്റേ ഈ എന്താണ് മണ്ടേയുടെ ആർട്ട് പോലെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യാറുണ്ട് ഗ്ലാസ്സിൽ. പക്ഷേ ഇതിനകത്ത് നല്ല രസമാണ് കേട്ടോ ചെയ്യാവുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വൈറ്റും ക്രിംസൺ റെഡുമാണ് എടുത്തത് കേട്ടോ. ക്രിംസണിലേക്ക് ബോട്ടിലോ ഫാബ്രിക്കോ ഇത് ട്യൂബോ എടുക്കാം കേട്ടോ. നമ്മൾ ഗ്ലാസ്സുകളിൽ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കളേഴ്സിൽ വാട്ടറിൻ്റെ അളവ് കുറയ്ക്കണം കേട്ടോ. നമുക്കിപ്പോൾ ക്ലോത്ത് ആണെങ്കിലും ബാക്കി എല്ലാത്തിലും അബ്സോർബിങ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, കളറുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ക്രിംസൺ റെഡാണ് ആദ്യം എടുത്ത കളർ കേട്ടോ. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എന്താണ് അബ്സോർബിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും. പിന്നെ ഇത് ഇളകി വരാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിതിനകത്ത് ഇപ്പം ഇതിനകത്ത് ഞാൻ റെഡ് കൊടുക്കുകയാണ്. വെള്ളം കുറച്ചെടുത്താലേ നമുക്കത് നല്ലതായിട്ട് അതിനകത്ത് തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡാർക്ക് ടോൺ കൊടുത്തിട്ട് ലൈറ്റ് കൊടുത്താലും മതി കേട്ടോ. ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇത് കഴിഞ്ഞിട്ട് വൈറ്റ് കൊടുത്താലും മതി. പക്ഷെ ഞാനിതിപ്പം വേറൊരു ബ്രഷ് വെച്ചൊന്ന് കാണിച്ചു തരാം. വൈറ്റിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അതിൽ തന്നെ വെച്ച് നമ്മളൊരു പിങ്കിൻ്റെ ഷെയ്ഡ് വെള്ളം ഉണ്ടെങ്കിൽ ഗ്ലാസ്സിൽ അബ്സോർബിങ് ഇല്ലാത്തതുകൊണ്ട് തെളിയാതെ വരും കേട്ടോ. ഈ രീതിയിൽ നമ്മളിത് ചെയ്തെടുക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, കൂടുതൽ അതിൻ്റെ ഷെയ്ഡൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ.
അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് കഴിയുന്നത്. നമ്മൾ മറ്റേ ഗ്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഇത്ര പ്രശ്നമില്ല. പക്ഷേ മിററിൽ നമുക്ക് ആ ഗ്യാപ്പ് കിടന്നാൽ നന്നായിട്ട് അതൊരു ഗ്ലേസിങ് എഫക്റ്റ് അല്ലേ, നമുക്ക് ആ ഗ്യാപ്പ് നന്നായിട്ട് ഫീൽ ആവാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പം കഴിയുന്നത് നല്ല പോലെ വാട്ടർ കുറച്ചുകൊണ്ട് വേണം ഇതിനകത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ലൈനറിലൊക്കെ ആവുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു തുണി വെച്ച് കുറച്ച് അല്ലെങ്കിൽ എന്താണ് നനഞ്ഞ ടിഷ്യൂസോ എന്തെങ്കിലും ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ. ആ ലൈനർ അതിൻ്റെ ഒരു ഭംഗിയാണ്, ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഭംഗിയാണ്. നമ്മൾ ഇതിനകത്ത് ഗ്ലാസ് കളേഴ്സ് കൂടെ ഉപയോഗിക്കുന്നുണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ലൈനർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാർബൺ മാത്രം ചെയ്തിട്ട് നമുക്കിത് വെച്ച് കളർ ചെയ്യാം. എന്താണ് അക്രിലിക് കളേഴ്സാണ്. പക്ഷെ നമ്മളിതിനകത്ത് ഗ്ലാസ് കളേഴ്സ് കൂടെ ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ലൈനർ നമ്മൾ കമ്പൽസറി ആയിട്ട് കൊടുത്തത് കേട്ടോ. കുറച്ചൊന്ന് ഗ്ലോസി ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റിൽ നമുക്കൊരു ഗ്ലാസ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം 2 മെത്തേഡുകളാണ് പഠിച്ചത്. ഒന്ന് ഗ്ലാസ് പെയിൻറ്റ് പ്ലെയിൻ മെത്തേഡും, രണ്ടാമത്തെ ദിവസം പഠിച്ചത് അക്രിലിക് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പെയിൻറ്റിങ്ങാണ് ചെയ്തത്. അതായത് ഗ്ലാസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റിവേഴ്സ് ആണ്. ഇത് മിറർ എഫക്റ്റിൽ തന്നെ കാണുന്ന ഒരു ഡയറക്റ്റ് പെയിൻറ്റിങ്ങാണ് കേട്ടോ. ഇതൊന്ന് ഉണങ്ങിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. കുറച്ചൊന്ന് ഡ്രൈ ആക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വേണമെങ്കിൽ വൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ റെഡ് നമ്മൾ തൊടുമ്പോൾ ബ്രഷ് വെള്ളത്തിൽ മുക്കി കഴുകിയിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ നേരത്തെ പോലെ 2 ബ്രഷ് ഉപയോഗിക്കാം. ഞാൻ ചിലപ്പോൾ മറന്നു. ഞാൻ ശരിക്കും ഇതിന് 2 കളേഴ്സാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വളരെ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേത് ഫാബ്രിക്കിനകത്ത് മറ്റൊരു കളറുണ്ടല്ലോ, കുറച്ചുകൂടെ ലിക്വിഡ് ടൈപ്പ് അല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ആ ഒരു തിക്നെസ്സിൽ തന്നെ അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. ടീച്ചർ ഒരു ഡൗട്ട്, നമ്മുടെ ബുദ്ധയിലെ നമ്മള് ഫ്ലവേഴ്സില്ലേ താമര, അതിന്റെ ഉള്ളിൽ മഞ്ഞ കളറില്ലേ, അത് എന്തുകൊണ്ടാ കൊടുക്കുക? നോക്കാം, പിക്ചർ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. പിക്ചർ നോക്കാം. ബുദ്ധയില് ഡ്രസ്സിന്റെ മഞ്ഞയാണോ അതോ ബാക്ക്ഗ്രൗണ്ടിലെ മഞ്ഞയാണോ? സവിത മാം, ബുദ്ധയുടെ ഏത് ഭാഗമാണ് ചോദിച്ചത്? അതായത് നമ്മള് ഫ്ലവേഴ്സ് ഇല്ലേ 4 വശം സൈഡിലൊക്കെ, അതിന്റെ ഉള്ളില് യെല്ലോ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളില് അത് ഗ്ലാസ് കളേഴ്സ് തന്നെ കൊടുത്താൽ, എന്നിട്ട് ശകലം വൈറ്റ് കൂടെ ചേർത്ത് ലയിപ്പിക്കണം. അതെ, എങ്കിലേ ആ ഒരു ലൈറ്റ്ലെസ് തൊട്ട് വരത്തുള്ളൂ കേട്ടോ. അതായത് അതിന്റെ കോർണർ ഇപ്പൊ ഫ്ലവറിന്റെ അകത്താണെങ്കിൽ ഇവിടെ യെല്ലോ ആവും കൊടുക്കണം, എന്നിട്ട് കുറച്ച് വൈറ്റ് കൂടി ഇങ്ങോട്ട് ചേർത്ത് ലയിപ്പിക്കണം. ആയിക്കോട്ടെ. ഇതിപ്പോൾ നമ്മൾ നല്ല ഡാർക്കായിട്ട്, അതിൻ്റെ മാക്സിമം നമുക്ക് ഡാർക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിനകത്ത് ചെയ്യുന്നത് കേട്ടോ.
ഇതിലിപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇതിനകത്ത് വൈറ്റ് കൊടുത്ത് ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. അല്ല റെഡ് കുറച്ചുകൂടെ ലയിപ്പിക്കണമെങ്കിൽ അങ്ങനെയും നമുക്കാകാം. മിററിൽ നമ്മൾ ഇതിനകത്ത് എങ്ങനെ കാണാൻ പറ്റുന്നതുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ കാണാൻ നല്ല രസമാണ്. പക്ഷെ നമുക്ക് ആ മിററിൻ്റെ എഫക്റ്റിൽ നോക്കുമ്പോൾ അത്ര ഒരു ഏകദേശമൊക്കെ നമ്മൾ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളെല്ലാവരും വീടുകളിൽ യൂസ് ചെയ്യുന്ന, നമുക്കിത് ഒരു മാർക്കറ്റിംഗ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് മിറർ. പല ഷേപ്പുകളിൽ നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കോർണേഴ്സ് മാത്രം കേട്ടോ, നല്ല രസമുള്ള കുഞ്ഞു ഡിസൈൻസുകളുണ്ട്. കോർണേഴ്സ് മാത്രം നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെ വീടുകളിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മിറർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അലമാരയുടെ സൈസ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര വെറൈറ്റി ആയിട്ടിരിക്കും. ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് മിററിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫ്ലവേഴ്സുകൾ ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് ഓഫ് ഫ്ലവേഴ്സാണ്. ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഒരുപാട് സമയം എടുക്കും, നമുക്ക് സമയം എടുക്കും ഒന്ന് ഡ്രൈ ആവുക, ഒബ്സോർവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. എന്നാലും ഒന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മളിതിൻ്റെ പുറത്ത് ഗ്ലാസ് കളേഴ്സ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഉണങ്ങാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കളേഴ്സുകൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഇളകി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് പിന്നെ 1-2 ലീഫൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പം ലീഫിൽ നമുക്ക് യെല്ലോയും ഗ്രീനും യൂസ് ചെയ്യാം കേട്ടോ. യെല്ലോയും ഗ്രീനും യൂസ് ചെയ്യാം. ഇതിനകത്ത് വലിയ ഷെയ്ഡ് കാണിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ഓൾറെഡി ചെയ്യുമ്പം യെല്ലോയും ഗ്രീനുമായിട്ട് ഇതിനകത്ത് നമ്മൾ ഗ്രീന് നമുക്ക് വൈറ്റ് വെച്ച് ചെയ്യാം, ഗ്രീനിൻ്റെ കൂടെ വൈറ്റ് വെച്ച് ചെയ്യാം, യെല്ലോ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു കളർ വെച്ച് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ കോമ്പിനേഷൻസ് ഇടാം കേട്ടോ. ഈ പിക്ചറിലുള്ളത് തന്നെ കൊടുക്കണമെന്നില്ല, കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് ഏതാണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് യെല്ലോയാണ് അപ്ലൈ ചെയ്ത്, ബ്ലൂവിൻ്റെ കൂടെ അല്ല ഗ്രീനിൻ്റെ കൂടെ ഇത് യെല്ലോ തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു ബ്ലൂയിഷ് ഗ്രീനാണ് ഞാൻ എടുത്തത്, ഇരുന്ന കളറാണ് കേട്ടോ. യെല്ലോ എൻഡിലും കൂടെ കൊടുത്ത് കേട്ടോ. ഒരു ലൈറ്റ് ഗ്രീൻ ഉണ്ടാവാനാണ് ചെയ്തത്, പക്ഷേ ഇതിനകത്ത് ഒരു സാപ്പ് ഗ്രീൻ പോലെയാണ് ഉണ്ടായത്. കുറച്ച് ബ്ലൂ കൂടെ ചേരുന്ന ഒരിതായിരുന്നു കേട്ടോ. ഈ രീതിയിൽ നമുക്കതിൻ്റെ ലീഫുകൾ ചെയ്തെടുക്കാം കേട്ടോ. ഇതിനകത്ത് നമ്മൾ കൂടുതൽ ലൈറ്റുകളിലോട്ട് ആക്കണ്ട, നമുക്കിതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുമ്പം യെല്ലോയോ ഗ്രീനോ ഗ്ലാസ് കളേഴ്സിൽ കൊടുക്കുക. യെല്ലോയാണ് കൊടുക്കുന്നത്, നമുക്ക് കുറച്ച് ലൈറ്റ് വേണമെങ്കിൽ യെല്ലോ കൊടുക്കാം, കുറച്ച് ഡാർക്കായിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കൊടുക്കാം കേട്ടോ.
ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ഭയങ്കര ലൈറ്റായിട്ടുള്ള ഇലകളിൽ ഗ്രീനും കൊടുക്കാം, അല്ലാത്ത ഇലകളിൽ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ പിക്ചേഴ്സിലൂടെ ഒന്ന് നമ്മൾ അടുത്തോട്ട് വയ്ക്കണം, എങ്കിലും നമുക്കിതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അടുത്ത ഫ്ലവർ ഞാൻ സ്കാർലറ്റും യെല്ലോയും കൂടെയാണ് ചേർത്ത് കോമ്പിനേറ്റ് ചെയ്യണം കേട്ടോ. വൈറ്റിന് പകരം സ്കാർലറ്റ് റെഡ് എന്ന് പറയുന്നൊരു റെഡ് ഉണ്ട്, ആ റെഡ് എടുക്കാം. ക്രിംസൺ ആയാലും പ്രശ്നമില്ല. ഇപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെയാണ് അതിൻ്റെ മിക്സിങ്ങിലോട്ട് വരുന്നത്. നമ്മളിതിൻ്റെ പെറ്റൽസുകളൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ തോന്നും, നമ്മളെല്ലാം ഔട്ട്ലൈൻ വരയ്ക്കുമ്പോഴേ ഏതാണ്. അപ്പം നമ്മൾ ആ പിക്ചറൂടെ ഒന്ന് അടുത്തോട്ട് എടുത്ത് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. നമ്മൾ കൊടുത്തിട്ട് നമുക്ക് യെല്ലോ എൻഡിൽ കൊടുത്താലും മതി. ഇപ്പോൾ യെല്ലോ കുറച്ചുകൂടെ നമുക്കതിൽ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ യെല്ലോ കൊടുത്തു. പിന്നെ നമുക്കിത് ഈ ഒരു കളറിനെ ഇങ്ങോട്ട് സ്മജ് ചെയ്ത് ചേർക്കും കേട്ടോ. ഇതിനകത്ത് ഫ്ലവേഴ്സും ലീഫും മാത്രം നമ്മൾ കളർ ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ബാക്കി കിടക്കുന്ന ഭാഗങ്ങൾ പ്ലെയിനായിട്ട് മിററിൻ്റെ ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു ബ്രിക്സ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഇവിടേക്ക് ഞാൻ എക്സ്ട്രാ ഔട്ട്ലൈൻസ് വരച്ചിട്ടുണ്ട്. ആ വരച്ചിരിക്കുന്നത് അതൊരു ബ്ലോക്ക് പോലെ തോന്നുന്നത് ഗ്ലാസ് പീസസ് ജോയിൻ ചെയ്തതാണെന്ന് ഒരു എഫക്റ്റ് നമുക്ക് ഫ്രെയിം ചെയ്യുന്ന സമയത്തൊക്കെ തോന്നാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ലീഫും അതിൽ ആ പിക്ചറൂടെ ഒന്ന് നോക്കിയിട്ട് അതിൽ ലീഫും ഫ്ലവറും മാത്രം നമ്മളതിനകത്ത് ചെയ്താൽ മതി കേട്ടോ.
ഈ രീതിയിൽ നമുക്കിതിൻ്റെ കളറിങ്ങിൽ ഫ്ലവേഴ്സുകൾ ചെയ്യും. ലീഫൊക്കെ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇന്ന് കുറച്ച് നമ്മളിങ്ങനെ കയ്യിൽ തൊടുമ്പോൾ ഉണങ്ങി കളർ വരാത്ത രീതിയിലാകുമ്പോൾ നമുക്കിത് ഗ്ലാസ് കളേഴ്സ് യൂസ് ചെയ്ത് തന്നെ നമുക്കിതിനകത്ത് കളറിങ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ കളേഴ്സുകൾ ഇതേ കളർ തന്നെയാണ് ഗ്ലാസ് ഉപയോഗിക്കുക. ഗ്ലാസ് കളേഴ്സ് പറയാം. പിങ്കിന് പിങ്ക് യൂസ് ചെയ്യാം, വൈറ്റിന് വൈറ്റ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ലൈറ്റായിട്ട് ഒന്ന് പിങ്ക് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. വൈറ്റ് യൂസ് ചെയ്യണമെന്നില്ല, നമ്മളതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വൈറ്റ് കൂട്ടി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെ ഹൈലൈറ്റ് ഇല്ലേ, വൈറ്റൊക്കെ നമ്മൾ പിങ്ക് പുറത്തിടുമ്പോൾ പിങ്കിൻ്റെ ഒരു എഫക്റ്റ് ആവും. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ലൈറ്റ്, നമ്മൾ പിങ്കാണ് ഫുൾ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വൈറ്റ് കൂട്ടി കൊടുത്താലേ ആ പിങ്ക് കൂടെ വരുമ്പോൾ അതിൻ്റെ ഒരു കളറിങ് ഗ്ലോസി വരത്തുള്ളൂ കേട്ടോ. ഓൾറെഡി ആ പിങ്ക് ഉണ്ടെങ്കിൽ നിറയല്ലേ, അപ്പോൾ ഇതിൽ ലൈറ്റിങ് ഫുള്ളായിട്ട് പോകും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വൈറ്റ് കൂട്ടി കൊടുക്കുന്നതായിരിക്കും. ഇതിൽ എല്ലാത്തിൻ്റെയും കളറിങ്ങിൻ്റെ അകത്ത് ട്രൈ ചെയ്യാം. പിന്നിട്ടത്തോട്ടെ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ. ഇപ്പോൾ രണ്ടാമത് വൈറ്റ് ഇട്ടുകൊണ്ടുകൊണ്ട് നല്ലതായിട്ട് ഉണങ്ങിയിട്ടില്ല, എന്നാലും ഞാനങ്ങ് ഇടുകയാണ്. നമ്മളിത് ലയിപ്പിക്കുമ്പം ജസ്റ്റ് ഒരു ബ്രഷ് കൂടെ ടച്ച് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കളറ് പിങ്കാണ് എല്ലായിടവും ഒന്ന് കൊടുത്തത്. കുറച്ച് കളറിട്ടതിന് ശേഷം ബ്രഷ് കൊണ്ട് അത് നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഔട്ട്ലൈൻ ചെയ്യുന്ന ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ അടിയിൽ വൈറ്റ് കൊടുക്കാതെയും അവിടെ ഗ്ലാസ് ഇപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതും ഞാനൊരു ഫ്ലവറിൽ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് കുറച്ച് എൻഡിൽ മാത്രം ഡാർക്ക് കളർ കൊടുത്തിട്ട് നമ്മൾ ചെയ്തതുപോലെ ചെയ്താലും കുറച്ച് ഡാർക്കായിരിക്കും കേട്ടോ. ഇത് ഇത്രയും മതി. കുറച്ച് കളർ ഇട്ടിട്ട് കുറച്ച് കളർ കൊണ്ട് ബ്രഷ് കൊണ്ടങ്ങ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. കളർ ഇത് ഒന്നാമത് ഞാനിവിടെ ചെയ്തിട്ട് ഉണങ്ങിയിട്ടില്ല, അതാണ് മെയിനായിട്ടുള്ള. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈറ്റായിട്ട് കളറിങ് വരത്തുള്ളൂ. ഇത് നല്ലൊരു ഗ്ലോസി എഫക്റ്റിൽ ഗ്ലാസ് മിററിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് വരും കേട്ടോ. ഇതിപ്പം ഇവിടെ ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഉണങ്ങാത്തതുകൊണ്ട് തന്നെ നമ്മളത് മൂവ് ചെയ്യുമ്പോൾ അടിയിലോട്ട് വരും. നമ്മളിത് ഫാബ്രിക് കളേഴ്സ് അക്രിലിക് കളേഴ്സ് ചെയ്ത് ഒരു 1 ഹവറെങ്കിലും മിനിമം കഴിഞ്ഞതിന് ശേഷം വേണം ഗ്ലാസ് കളേഴ്സ് അപ്ലൈ ചെയ്യാൻ. കുറച്ച് കളേഴ്സ് അപ്ലൈ ചെയ്തിട്ട്
ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത് കേട്ടോ. നമുക്കിത് ഫുള്ളിങ്ങനെ നിർത്തണ രീതിയിൽ വേണ്ട. അത് ഞാൻ ഈ ഒരു ഫ്ലവർ കാണിച്ചു തരാം. ഈ ഒരു ഫ്ലവറിൽ ചെയ്യുമ്പോൾ ഈ അറ്റത്തോട്ട് കേട്ടോ, ഈ അറ്റത്തോട്ട് മാത്രം ഞാനിപ്പോൾ റെഡ് ചെയ്തു കൊണ്ടോ, റെഡ് ചെയ്തു. ബാക്കി ഭാഗത്ത് നമ്മൾ വൈറ്റ് കൊടുക്കുന്നില്ല, ഗ്ലാസ് കളേഴ്സ് വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴും കുറച്ചുകൂടെ കളേഴ്സുകൾ കുറച്ചുകൂടെ വേറൊരു, ഇപ്പോൾ 2-3 ഫ്ലവേഴ്സ് ആ രീതിയിലും ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ചെയ്യാതിട്ടത്. ഇത്രയും കളർ വേണ്ട, ഇതോടെ കൂടിപ്പോയി. ഇതിപ്പോൾ ഞാൻ ഉടനെ ചെയ്യുകയാണ്, സാധാരണ ഉടനെ ചെയ്യാറില്ല. കളറ് ഉണങ്ങിയതിന് ശേഷമേ ചെയ്യാറുള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ ആ ഒരു സമയം. ഇത് വാട്ടർ ബേസ്ഡ് ഗ്ലാസ് കളേഴ്സ് തന്നെയല്ലേ? ആ, വാട്ടർ ബേസ്ഡ്. ഇറങ്ങുന്ന എല്ലാം വാട്ടർ ബേസ്ഡ് ആണ് കേട്ടോ. റെഡ് കൊടുത്തിട്ട് പിന്നെ പിങ്കാ കൊടുത്തല്ലേ? ആ, റെഡ് ക്രിംസൺ റെഡാണ്, ഇതൊരു പിങ്കിഷ് ഡാർക്കാണ് കേട്ടോ. ഇവിടെ അപ്പം കുറച്ച് നമ്മൾ ഉണങ്ങുമ്പം കുറച്ച് ഡാർക്കായിട്ട് തോന്നുകയും ചെയ്യും. അതായത് ഈ ഒരു ഭാഗത്ത് കേട്ടോ, ഫാബ്രിക്കിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തോന്നുകയും അവിടെ കുറച്ച് ലൈറ്റായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ. ഇതിലും നമുക്ക് മറ്റേതുപോലെ ഡബിൾ ഷെയ്ഡ്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു എല്ലാ പെറ്റൽസും ഒരുപോലെ നമുക്ക് തോന്നണില്ല, ഫീൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എന്താ വൈറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ വൈറ്റും പിങ്കും കൂടെ കൊടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. കളേഴ്സുകൾ ഡാർക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങുമ്പോൾ എന്ത് ചെയ്യാണ്, നല്ല രസമായിരിക്കും. കാരണം ഇവിടെ കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള ഒരു ഗ്ലാസ് കളേഴ്സിൻ്റെ പിങ്കും മറ്റിടത്ത് കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു എഫക്റ്റ് തോന്നത്തക്ക വിധത്തിലും ഈ രീതിയിൽ പോകും. ഇതിനകത്ത് നമുക്ക് യെല്ലോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഗ്ലാസ്സിൽ. കാരണം കുറച്ച് ലൈറ്റ് ആക്കിയാണ് നല്ലത്. ഗ്ലാസ് മൊത്തത്തിൽ ഡാർക്കായി പോയതുകൊണ്ട് മൊത്തത്തിൽ ഉണങ്ങുമ്പോൾ കുറച്ചുകൂടെ ഇതായിരിക്കും. കുറച്ച് കളർ എടുത്താൽ മതി. എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മളിതിനൊക്കെ യൂസ് ചെയ്യുമ്പം എപ്പോഴും പഴയ ബ്രഷ് ഉപയോഗിക്കുക. പിന്നെ നമുക്കിത് അക്രിലിക്ക് യൂസ് ചെയ്യാം. ഗ്ലാസ് തൊടുന്ന ഗ്ലാസ് എത്ര കഴുകിയാലും ആ ബ്രഷ് അത്ര ഇതുണ്ടാകത്തില്ല. അപ്പോൾ ഞാനിത് സിന്തറ്റിക് ഹെയറോ അങ്ങനെ ഏതെങ്കിലും ബ്രഷ് ഉണ്ടെങ്കിൽ ഗ്ലാസ് കളേഴ്സിനൊക്കെ ഉപയോഗിക്കുമല്ലോ കേട്ടോ. നമുക്കത് ഭയങ്കര ഉണങ്ങുമ്പം നമ്മൾ അടിയിലത്തെ കളർ കുറച്ചുകൂടെ കാണാൻ പറ്റും കേട്ടോ. നമ്മളിപ്പം കാണുന്നൊരു എഫക്റ്റ് നോക്കണ്ട. ഇപ്പം എല്ലാം കൂടെ ഒരു ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഉണങ്ങി കഴിയുമ്പോൾ ഡ്രൈ ആയി കഴിയുമ്പം നമ്മൾ അടിയിൽ കൊടുത്ത ഷെയ്ഡ് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു 2 മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് മാത്രം ഗ്ലാസ് കളേഴ്സ് കൊടുക്കുക. അതിൽ കൂടുതലും നമുക്ക് ഡബിൾ ഷെയ്ഡ്സ് പ്ലെയിനായിട്ട് കളേഴ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഡബിൾ ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ഭംഗി. പിന്നെ അക്രിലിക്കിൻ്റെ അതേ ഭംഗിക്ക് നമുക്ക് ചെയ്യാൻ വളരെ സ്പ്രെഡ് ചെയ്തും കൊടുക്കുക. കുറച്ച് കളർ എടുത്തിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്തും കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് ആ ഒരു എഫക്റ്റ്. ഈ ഒരു രീതിയിൽ ഈ ഗ്ലാസ് കളേഴ്സ് മാത്രം വെച്ച് ചെയ്യുന്നതും ഉണ്ട് മിററിൽ. ഇത് വേറൊരു മെത്തേഡാണ്. നമുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫോട്ടോസിൽ കാണുന്ന സെയിം എഫക്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് പ്ലെയിൻ ഗ്ലാസ്സുകളിലും ചെയ്യാം കേട്ടോ. പ്ലെയിൻ ഗ്ലാസ്സുകളിൽ ഇതേ മെത്തേഡ് ചെയ്യാം. പിന്നെ മിറർ ഗ്ലാസ് ആകുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഭംഗിയും കൂടെയൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ്. ഇനി ഞാൻ മറ്റേ ബേർഡ്സിൻ്റെ പിക്ചേഴ്സ് എന്താ ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത് ഒരു മിറർ ഗ്ലാസ് ചെയ്തതുണ്ടോ? ചെയ്ത് കഴിഞ്ഞത് ഇവിടെ എൻ്റെ ഒന്നും കാണാൻ
ഉണ്ടോ എന്ന് നോക്കട്ടെ, ഫോട്ടോസ് വല്ലതും. സാധാരണ ഞാൻ ഏതെങ്കിലുമൊക്കെ വർക്കുകൾ ഇങ്ങനെ ചർച്ച് ബേസ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുമ്പ്. അങ്ങനെ ഏതെങ്കിലും ചെയ്ത് കൊടുത്ത വർക്ക് എന്തെങ്കിലും വേണം. അല്ലാതെ നമ്മൾ നമുക്കായിട്ട് പീസുകളൊന്നും ചെയ്യാറില്ല മാം, കാരണം സമയം കിട്ടാറേ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോസ് ഇടണേ. ഞാൻ മറ്റേ റെഫറൻസ് പിക്ചേഴ്സിൻ്റെയും ഇട്ട് തരാം കേട്ടോ, അത് ഇട്ട് തരാം. ഇതൊന്ന് നമുക്ക് ഞാൻ ഷോർട്ട് ടൈം കോഴ്സ് ഉദ്ദേശിച്ചതുകൊണ്ടാണ് ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് പഠിപ്പിക്കുക, ഒരു കോമ്പിനേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ചെയ്യുമ്പം എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ആ ചിത്രങ്ങൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്തിടാം. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കളർ കോമ്പിനേഷൻ എന്തെങ്കിലും നമ്മളിപ്പോൾ ചെയ്തതിൽ പറ്റിയിട്ടില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇത് നമ്മളെ ബേർഡ്സിൻ്റെ പിക്ചറാണേ. ബേർഡ്സിൻ്റെ പിക്ചറിൽ നമ്മൾ പ്രൊജക്ഷൻ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റ് ഗ്ലൂസാണ് കേട്ടോ. ഫെവിക്രില് അല്ലെങ്കിൽ നമ്മുടെ ഫാബ്രിക് എന്താണ് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ, ഇതിൻ്റെ പേരെന്താണ് പ്രിഡിലൈറ്റിൻ്റെ ഫെവിക്കോള്, ഇങ്ങനെയുള്ള വൈറ്റ് ഗ്ലൂസാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത്. വൈറ്റ് ഗ്ലൂ ഉണങ്ങുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് അത് ട്രാൻസ്പെറൻ്റ് ആണ്. വൈറ്റ് ഗ്ലൂ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ട്രാൻസ്പെറൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് മാക്സിമം പ്രൊജക്ഷൻസ് കൊടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് കളർ ചെയ്തിട്ട് വേണമെങ്കിലും മഴത്തുള്ളി പോലെയൊക്കെ കൊടുക്കുന്ന ഒരു എഫക്റ്റ് കൊടുക്കണമെങ്കിലും നമുക്ക് ഈ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഇതിനകത്തൊരു ഫ്ലവറിൽ ഒരു മഴത്തുള്ളി ഇരിക്കുന്ന ഫീലാണ് നമുക്ക് കൊടുക്കുന്നതെങ്കിൽ കളർ ചെയ്തതിന് ശേഷം വൈറ്റ് ഗ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രൊജക്റ്റഡ് ആയിട്ട് തോന്നും. അത് എന്താണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ബേർഡ്സ് ഒഴിച്ച് ബാക്കി വരുന്ന ഭാഗങ്ങളിൽ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. നമ്മുടെ ഗ്ലാസ്സുകളിൽ, നമ്മുടെ മിററുകളിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു നല്ല സൂചിയിൽ നൂലൊക്കെ കോർത്ത് വെച്ചിരുന്നതാണ്. പക്ഷെ ഞാൻ ഇന്ന് അതെവിടെ പോയാൽ അതിന് സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് വെച്ച്. ശരിക്കും ഞാൻ പെയിൻറ്റിങ് മാത്രം ഫോക്കസ് ചെയ്യണം. ഒരുപാട് കുട്ടികളുടെ ഒരു റിക്വസ്റ്റ് കൊണ്ടാണ് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര മെനക്കേടാണ്. നമുക്ക് ആ ഒരു പെയിൻറ്റിങ് ചെയ്തെടുക്കാനുള്ളൊരു ടൈമിങ് കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ കുറച്ച് ദിവസം ഞാനിതുപോലെ ഓരോ വെക്കേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓരോ സീസണൽ ബേസ് കളേഴ്സുകൾ ഇഷ്ടം വില മേടിച്ച് കൂട്ടും. കാരണം ഇവിടെ എല്ലാം മേശപ്പുറം നിറയെ കളേഴ്സാണ്. പക്ഷെ കുറച്ച് ദിവസമാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കളറെല്ലാം അങ്ങ് ഉണങ്ങിപ്പോവും. അപ്പം നമുക്കിത് ഭയങ്കര നഷ്ടമാണ്. നമ്മളിപ്പം ഇതുപോലെ ഒരു 5 പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 3 സെറ്റെങ്കിലും മേടിച്ചാലേ യെല്ലോ അങ്ങനെയുള്ള കളേഴ്സൊക്കെ നമുക്ക് ആവശ്യം വരത്തുള്ളൂ, തികയത്തുള്ളൂ. ബാക്കി ചില കളേഴ്സുകൾ നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്നില്ലല്ലോ, അതിങ്ങനെ ഇരിക്കും. അടുത്ത് നമ്മളൊരു ഗ്ലാസ് പെയിൻറ്റിന് ഗ്ലാസ് വയ്ക്കണമെങ്കിൽ വീണ്ടും നമ്മൾ കളേഴ്സ് മേടിക്കേണ്ടി വരും. അപ്പോഴും ചില കളേഴ്സുകൾ ബാലൻസ് ആയിട്ട് അങ്ങ് പോകും. ഈ ചില കളേഴ്സുകൾ ഇപ്പോൾ പിങ്ക്, റെഡ്, യെല്ലോ ഇങ്ങനെയുള്ള കളേഴ്സുകൾ മാത്രമേ നമുക്ക് പെട്ടെന്ന് തീരത്തുള്ളൂ. ബാക്കി കളേഴ്സ് നമുക്ക് ബ്ലാക്കും ബ്രൗണും വൈറ്റും അങ്ങനെയുള്ള കളേഴ്സ് അധികം യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലാസ് കളേഴ്സിൻ്റെ മടിച്ചതാണ്. പിന്നെ കുട്ടികൾ ഭയങ്കര ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ വൈറ്റ് ഗ്ലൂ ആണ്. വൈറ്റ് ഗ്ലൂ ഇതാ നോക്കി നമുക്കിതിനകത്ത് ഡ്രോപ്പ് പോലെ കൊടുക്കാം. ഞാൻ ഇതിപ്പോൾ ഡ്രോപ്പല്ല, ചെറിയ ഇതിനകത്ത് ചെറിയ ഇങ്ങനെ വരകൾ പോലെ കേട്ടോ. ഇതൊരു ഗ്ലാസ്സിനകത്ത് നമുക്കൊരു സ്ട്രൈപ്സ് തോന്നിക്കുകയാണ്. നമുക്കിതൊരു ഗ്ലാസ്സായിട്ട് വിചാരിക്കുക. ഇതിൻ്റെ പുറത്താണ് നമ്മൾ കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഗ്ലാസ്സിനകത്ത് നമ്മൾ നമ്മൾ പ്ലെയിൻ ഗ്ലാസ്സിന് പകരം മറ്റേ ഗ്ലാസ്സസ് വിൻഡോസിലൊക്കെ എടുക്കത്തില്ലേ, അതേ എഫക്റ്റ്. അതെ. അപ്പോൾ ആ ഗ്ലാസ്സിലൊക്കെ ചെയ്യുന്ന ഒരു എഫക്റ്റ് നമുക്കിതിനകത്ത് ചെയ്യുമ്പോൾ ഈ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ പറ്റും കേട്ടോ. ഇതാണ്ടത് ഗ്ലൂ വെച്ചതിന് ശേഷം അതിൻ്റെ നീഡിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഉണങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്ത് ഹൈറ്റ് കാണാം, അടിയിലത്തെ ഇത് കാണാം. ഇങ്ങനെ ഒത്തിരി ഗമ്മങ്ങ് യൂസ് ചെയ്യുന്നില്ല. കുറച്ച് ഗം എടുത്തിട്ട് അതിനിങ്ങനെ ഒരു ലൈൻ പോലെ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ബേർഡ്സ് ഒഴിച്ചുള്ള ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ഔട്ടറിൽ വേണമെങ്കിൽ ഡ്രോപ്സ് പോലെ കൊടുക്കാം. പല ഷേപ്സ് ഈ ഗമ്മ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാൻവാസിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർട്ട് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഗ്ലാസ് കളേഴ്സും ഈ ഫെവിക്കോളും വെച്ച് ഒരുപാട് ടെക്നിക്സ് ഓഫ് ആർട്ടുകൾ നമുക്ക് ക്യാൻവാസിൽ ചെയ്യാൻ പറ്റും.
ഇതൊക്കെ പെട്ടെന്ന് ആൾക്കാർക്ക് ട്രിക്ക് മനസ്സിലാകത്തില്ല. കാണുമ്പോൾ എന്ത് ചെയ്യും, ഭയങ്കര എന്തോ ഒരു സംഭവം പോലത്തെ പെയിൻറ്റിങ് പോലെ തോന്നും കേട്ടോ. ഭയങ്കര ഗ്ലോസി ആയിരിക്കും ക്യാൻവാസിലൊക്കെ ചെയ്യുമ്പോഴേ. ഇത് നല്ല രസമാണ്. ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നാളത്തെ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഉണങ്ങും. നാളെ ഇല്ല, മൺഡേയാണ് ക്ലാസ് വരുന്നത്. ആ സമയം അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് അത്രയും നിങ്ങൾ ഫ്ലവറും ബേർഡ്സും ഒഴിച്ച് ബാക്കി വരുന്ന ഈ ഓരോ ഇതിലും ഈ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് ഒന്നിങ്ങനെ ഫില്ല് ചെയ്തിട്ടേക്ക്. ഫില്ല് ചെയ്തല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ അതിലൊരു ഷേപ്സ് ഇട്ട് അതിന് എന്തെങ്കിലും ഒരു ടെക്സ്ചർ ഉണ്ടാക്കി വയ്ക്കുക. ഇങ്ങനെ തേക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടെക്സ്ചറാണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ടെക്സ്ചർ. ഡാർക്ക് സർഫസ് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം. കണ്ടോ? ജസ്റ്റ് ഗ്രൂപ്പിൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഫുള്ള് ഫില്ലാവണമെന്നില്ല, ചിലയിടത്തൊക്കെ ഫില്ലാവുന്നുണ്ട്. അതും കുഴപ്പമില്ല കേട്ടോ. നമുക്കൊരു ചെറിയ ഇങ്ങനെ ഒരു ഇതാകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്തിടുക. ഫില്ല് ചെയ്തിട്ടതിന് ശേഷം അതിൽ കളർ ചെയ്യുന്നൊരു മെത്തേഡ് കാണിച്ചു തരാം. ഇത് നമ്മൾ നാലാമത്തെ ലാസ്റ്റ് ക്ലാസ് ഒരു ക്ലാസ് കൂടെ ഉണ്ട്, അതിൽ ഗ്രേപ്സ് കൂടെ ചെയ്യുന്ന മെത്തേഡിലൂടെ കാണിക്കും കേട്ടോ. നമ്മളിപ്പം ഏകദേശം നാല് ടെക്നിക്സ് ഓഫ് സ്റ്റൈലുകൾ പഠിച്ചു. ആദ്യത്തേൽ നമ്മൾ പ്ലെയിനായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ച്, രണ്ടാമത്തേൽ ഷെയ്ഡ് കൊടുത്തതിന് ശേഷം അക്രിലിക് കളേഴ്സുകൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് പഠിച്ച്, ഷെയ്ഡ് കൊടുത്തിട്ടാണ് പ്ലെയിൻ കളേഴ്സുകൾ അപ്ലൈ ചെയ്യുന്നത്. മൂന്നാമത്തേൽ നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഗ്ലാസ് കളേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാസ്സുകൾ കുറച്ചുകൂടെ ഒരു പ്രൊജക്ഷൻ പ്രോസസ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് കളർ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. മറ്റേതിൽ നല്ലപോലെ ലയിപ്പിച്ച് നമ്മൾ ഗ്ലാസ്സുകളിൽ ചെയ്യുന്ന രീതിയാണ് ഗ്രേഡ്സിൽ പഠിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള 5 ടൈപ്പ് ഓഫ് കളറിങ്ങാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകളുണ്ട്, അതുകൊണ്ട് തന്നെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലായിരുന്നു ക്ലാസ്. ഓ, താങ്ക് യു. ഓക്കെ.